ആറ്റുകാലിലെ ആരതിയുടെ മരണത്തിൽ ഭർത്താവ് അതുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് പോലീസാണ് അതുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭർത്തൃപീഡനമാണ് ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലെന്ന് ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്, അല്ലേ? തീർച്ചയായും സിന്ദൂരി, ഏതായാലും ആറ്റുകാലിലെ ആരതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതുലിന്റെ ഭർത്താവ് അതുലിന്റെ അറസ്റ്റ് ഫോർട്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം, അതോടൊപ്പം തന്നെ ഈ പീഡനം, വീട്ടിലുള്ള പീഡനം, ഈ നിയമങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 1.5 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ ഏകദേശം ഒരു 6 മാസമാകുന്നു ഇവിടെ ഈ ആറ്റുകാലിലെ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസം ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ ആരതിയുടെ കുടുംബം തന്നെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ആരതിക്ക് 50 പവൻ നൽകിയാണ് വിവാഹം കഴിപ്പിച്ചു വിട്ടത്. ഈ 50 പവനും അതുൽ പണയം വയ്ക്കുകയും വിൽക്കുകയും അതോടൊപ്പം തന്നെ കാറ് വാങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളടക്കം ഇവർ തമ്മിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പണം ചോദിച്ചും അതോടൊപ്പം തന്നെ സ്വർണം ചോദിച്ചുമുള്ള പീഡനം അത് അതുലിന്റെ ഭാഗത്ത് നിന്നും നിരന്തരം ഉണ്ടായിരുന്നു. അതുൽ നിരന്തരം ആരതിയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതും ആരതിയുടെ അമ്മയടക്കം പറയുന്നുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളടക്കം ആരതിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടാവുകയും ആ ഒരു ഘട്ടത്തിലാണ് ഈ ആറ്റുകാലിലെ വാടക വീട്ടിൽ ആരതി മുറിക്കുള്ളിൽ കയറുകയും മരിക്കുകയും ചെയ്യുന്നത്. ഇതടക്കം സംഭവിച്ചിട്ടും ഒരു തരത്തിലും അതുലിന്റെ ഭാഗത്ത് നിന്നും അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്തതിന് ശേഷം പോലും സുഹൃത്തുക്കളെ ഏറെ സമയം കഴിഞ്ഞ് വിളിച്ചു വരുത്തിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടർന്നുള്ള നടപടി പോലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകളടക്കം ആരതിയുടെ കുടുംബം തന്നെ പോലീസിന് നൽകിയിട്ടുമുണ്ട്. ആത്മഹത്യാക്കുറിപ്പും ഡയറിയും അടക്കം പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ അതുലിന്റെ അറസ്റ്റ് ഫോർട്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി ഷീജ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഭർത്തൃപീഡനം നടന്നിട്ടുണ്ട് എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആരതി മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് സുഹൃത്തുക്കളെ വിളിച്ച് ഈ വിവരം അറിയിച്ചതുപോലുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു ഭർത്താവിനെ സംശയം നിലനിർത്തുന്നതിന് മതിയായ തെളിവുകൾ തന്നെയാണ്. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ അറസ്റ്റ്, അതുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം.